നിങ്ങളപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലെ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു, ഡിഫറൻഷ്യബിലിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരു കർവ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫറൻഷ്യബിൾ ആവുക, എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ ആവുക എന്നുള്ള അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുലാസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ആണ്. സ്റ്റാൻഡേർഡ് ഫോർമുലാസ് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ ലോഗരിതം ടേബിളിൽ, ക്ലാസ് ടേബിളിൽ കുറച്ചൊക്കെ ഉണ്ട്, എല്ലാം ഇല്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ, നമ്മുടെ ഓൾജിബ്രായിക് ഫംഗ്ഷൻസിൻ്റെ, പിന്നെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, ഇത്രയും ഫോർമുലാസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. കാരണം അത് ഇനി ത്രൂ ഔട്ട് നമുക്ക് ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും കംപ്ലീറ്റ് ആവശ്യമുള്ളതാണ്. ഓരോന്നും എവിടെയൊക്കെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അത് നമ്മൾ ഇതുവരെ ഇപ്പോൾ പ്രൊഡക്റ്റ് റൂള് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നു വെച്ചാൽ ഇനിയുള്ള സെക്ഷനുകളിൽ നമ്മളത് അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ 1+1=2 എന്നുള്ളത് നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നില്ല. അതുപോലെയാണ് കഴിഞ്ഞ വർഷത്തെ ബേസിക് ഫോർമുലാസ് ഇനി തൊട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം അത്രയും തറോ ആയിട്ട് ആ ഫോർമുലാസ് എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ ചാപ്റ്റർ കഴിയുന്നത് വരെ നിർബന്ധമായിട്ടും വേണം. അത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന 3 ചാപ്റ്റർ ഇൻ്റഗ്രേഷൻ ആണ്. അതിൻ്റെയും ബേസ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഡിസ്കഷനിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രൊഡക്റ്റ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സൈനിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനെയാണ് സാധാരണ സമ്മി ചെയ്യണ പോലെ തന്നെയാണ് ചെയ്തു പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. പ്രൊഡക്റ്റ് വരുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ തന്നെ ഉപയോഗിക്കണം. കോഷ്യന്റ് വരുമ്പോൾ അവിടെ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കണം. അല്ലാതെ മുകളിലെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ബൈ താഴത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് എഴുതിയാൽ ഉത്തരമാവില്ല. ഓരോന്നിനും അതിൻ്റെതായ റൂൾസ് തന്നെ യൂസ് ചെയ്യണം. ഇനി നമ്മൾ തുടർന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ ഇപ്പോൾ പ്രൊഡക്റ്റ് ഉള്ള 2 ടേംസിന്റെ പ്രൊഡക്റ്റ് വന്നാൽ എങ്ങനെ ചെയ്യാം, കോഷ്യന്റ് വന്നാൽ എങ്ങനെ ചെയ്യാം, അതുവരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ്, ടാൻ ഓഫ് റൂട്ട് എക്സ് എന്നൊരു ഫംഗ്ഷൻ, സൈൻ ഓഫ് എക്സ് സ്ക്വയർ, കോസ് ഓഫ് 2x, അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സൈൻ സ്ക്വയർ എക്സ് വരുമ്പോൾ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇട്ടിട്ട് അതിന് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പം അത്തരം ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അതായത് നമ്മൾ തൊട്ട് മുൻപ് കൺസിഡർ ചെയ്തിട്ടുള്ള, അതായത് 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻ. ഇപ്പോൾ സൈനും എക്സ് സ്ക്വയറും രണ്ടും കൂടി കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആയി. അതുപോലെ സൈൻ ഓഫ് 2x, അത്തരം ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് കാണാനുള്ള മാർഗമാണ് ഇനിയുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻസ്, അപ്പോൾ 2 ഫംഗ്ഷൻസ് ഉണ്ട്, എഫിലും ജിയിലുമുള്ള. ഒരു ഫംഗ്ഷൻ y എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ഒരു ഫംഗ്ഷൻ, അപ്പോൾ സൈൻ യു ആണെന്ന് വിചാരിക്കാം. അതിൽ തന്നെ സൈൻ യുവിൽ യു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫംഗ്ഷനാണെന്ന് വിചാരിക്കാം, എക്സ് സ്ക്വയർ. y എന്ന് പറഞ്ഞാൽ എന്തായി? സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ഏകദേശം ആ എക്സാമ്പിൾ തന്നെയാണ്. അപ്പം നമ്മൾ y എന്നുള്ളത് എങ്ങനെ എടുത്തത്? ഒരു സൈൻ, ഒരു ഫംഗ്ഷൻ എടുത്തു, അതിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ y എന്നുള്ളത് ആക്ച്വലി ഈ എഫിൻ്റെയും ജിയുടെയും കൂടി കോമ്പോസിഷനാണ്. അവിടെ യു ഒരു വേരിയബിൾ ആണ്, അതുപോലെ ജി ഒരു വേരിയബിൾ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, y എഫിൻ്റെ ഫംഗ്ഷൻ ആണല്ലോ, അല്ല y എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് യു ആണല്ലോ. y എന്ന് പറഞ്ഞ ഫംഗ്ഷനിലെ വേരിയബിൾ യു ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? dy/dx ആണ്. y-നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, dy/dx ആണ് കാണേണ്ടതെങ്കിൽ, പക്ഷേ y എക്സിന്റെ ഫംഗ്ഷൻ അല്ല. എന്നാലും നമുക്ക് അതിന് നേരിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറ്റുള്ളൂ. അത് യുവിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് dy/du ആണ്. ഓക്കെ, ഇനി അതിൽ യു എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാ? എക്സിന്റെ ഫംഗ്ഷനാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, du/dx. അപ്പോൾ രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് dy/dx ആയി. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളിത് കാണുമ്പോൾ dy/du എന്ന് കാണുമ്പോൾ ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. എന്നാൽ ശരി, ഈ du ഇവിടെയും du ഉണ്ട്, രണ്ടും തമ്മിൽ വെട്ടിക്കളഞ്ഞേക്കാം, അപ്പോഴാണ് dy/dx കിട്ടുന്നത് എന്നർത്ഥമില്ല, എന്നർത്ഥം വയ്ക്കരുത്. ഇത് dy/du എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ആണ്. dy/du എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ അല്ല, ഒരു ഭിന്നമല്ല, 1/2 3/4 എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഗതി അല്ല dy/du. dy/du എന്ന് പറഞ്ഞാൽ y എന്ന ഈ വാരിയബിളിന്റെ ഡെറിവേറ്റീവ് ആണ്.
വൈയുടെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു യു. അതിനെയാണ് നമ്മൾ dy/du എന്ന് എഴുതുന്നത്. ആ വൈയുടെ ഡെറിവേറ്റീവിനെ പിന്നെ എക്സിന്റെ ഫംഗ്ഷനായ യുവിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ ഡിഫറൻസിയേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് കാണുക, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുക എന്ന് പറഞ്ഞത് ഒരു ചങ്ങല പോലെയുള്ള പ്രോസസ്സാണ്. ആദ്യം ഒരെണ്ണം ചെയ്തു, പിന്നെ ഒരെണ്ണം ചെയ്തു, ഇതിപ്പോ രണ്ടെണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിൽ നിർത്തിയത്. വീണ്ടും വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ, അതായത് സപ്പോസ് യു എന്ന് പറഞ്ഞാൽ വിയുടെ ഫംഗ്ഷനും വി എക്സിന്റെ ഫംഗ്ഷനും ആണെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുമായിരുന്നു. നമ്മൾ du/dv കാണുമായിരുന്നു, dv/dx കാണണമായിരുന്നു, അങ്ങനെ അത് പോവുമായിരുന്നു. അപ്പൊ ഒരു ചങ്ങല പോലെ നീണ്ടു കിടക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ചെയിൻ റൂൾ എന്നുകൂടി പറയും. എന്താണ് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ? ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഒരു ടേമിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ സൈൻ ഓഫ് എക്സ് സ്ക്വയർ, ടാൻ ഓഫ് റൂട്ട് എക്സ്, ടാൻ ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ, അങ്ങനെ അങ്ങനെ നീണ്ടു പോവാം. റൂട്ട് ഓഫ് ടാൻ ഓഫ് എക്സ് കണ്ടോ, അതിലൊക്കെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഇൻവോൾവ്ഡ് ആണ്. അത്തരം ഫംഗ്ഷൻസ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വരും. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ്, ഇൻറ്റു സെക്കൻഡ് വിത്ത് തേർഡ്, ഇൻറ്റു തേർഡ് വിത്ത് റെസ്പെക്റ്റീവ് വാരിയബിൾ, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു ചങ്ങല പോലെ ഡെറിവേറ്റീവ് കണ്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് dy/dx, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് കിട്ടാം. സോ ദിസ് റൂൾ ഇസ് നോൺ ആസ് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അപ്പൊ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ തരണേൽ എല്ലാം നിങ്ങൾ അങ്ങനെ എഴുതി വെക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ ബോക്സ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നാണ് അടുത്ത ഹെഡിങ് വരിക. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ഈ ഫോർമുലാസ് ഇത് എഴുതി വെക്കുക. ഈ ബോക്സ് നമുക്ക് മനസ്സിലായിട്ട് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അതിൽ ബേസിക് ഇത്രയേ ഉള്ളൂ. ആ ഫോർമുല അതിൽ വേറെ ഒന്നുമില്ല. ഫോർമുലയിൽ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിലൊന്നും ഒരു കാര്യം പുതുമയില്ല. എന്താ ചെയ്യേണ്ട, മൾട്ടിപ്പിൾ ചെയ്ത് പോകണം എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ പുതിയൊരു ഫോർമുല ഇവിടെ പഠിക്കുന്നില്ല. ഡെറിവേറ്റീവ് കാണാനൊക്കെ നമ്മൾ പഴയ ഫോർമുലകൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കൂ, ഒരു എക്സാമ്പിള്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കേട്ടോ ചോദ്യം. സൈൻ ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈൻ ഓഫ് എക്സ് ക്യൂബിന് y എന്ന് കൊടുത്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനെ എക്സ് വെച്ചിട്ടാണ്, സൈൻ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ dy/dx ആണ് കാണേണ്ടത്. അപ്പൊ നമ്മളിവിടെ നോക്കാം, സൈൻ ഈ രണ്ട് ഫംഗ്ഷൻ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സൈൻ യു ആൻഡ് യു ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പൊ നമ്മൾ ആദ്യം സൈനിന്റെ ഡെറിവേറ്റീവ് കാണണം, ദെൻ എക്സിന്റെ യുവിന്റെ ഡെറിവേറ്റീവ് കാണണം. ഇവിടെ യു ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്, യുവിന്റെ ഡെറിവേറ്റീവ് du/dx എന്താ വരിക, 3x² ആണ് അല്ലെ. അപ്പൊ നോക്കാം കേട്ടോ, y ഈക്വൽ ടു സൈൻ യു വേർ യു ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, dy/dx ഈക്വൽ ടു നമ്മൾ ഈ ഫോർമുല dy/du ഇൻറ്റു du/dx. അപ്പൊ dy/du എന്ന് പറയുമ്പോൾ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് y ഈക്വൽ ടു സൈൻ യു എടുത്തു കഴിഞ്ഞാൽ സൈനിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു പഠിച്ചാൽ മതി, കോസ് എക്സ്. അപ്പൊ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് കോസ് യു ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². അപ്പൊ നമുക്കത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 3x² ഇൻറ്റു, അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ന്യൂമറിക്കൽ ടേംസ്, പിന്നെ ആൾജിബ്രായിക് ടേംസ്, പിന്നെ ട്രിഗണോമെട്രിക് ടേംസ്, അങ്ങനെ ഒരു ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. അല്ല ഇപ്പം നിങ്ങൾ ഇവിടെ വരെ എഴുതിയിട്ടുള്ളൂ വെച്ചാലും മാർക്കൊക്കെ കിട്ടും, പേടിക്കൊന്നും വേണ്ട. ഇത്രയും എഴുതി നിർത്തിയാൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. 3x² ഇൻറ്റു കോസ് ഓഫ് എക്സ് ക്യൂബ്. അപ്പൊ ഇനി ഇത്രയും സ്റ്റെപ്പുകൾ ഇവിടെ ചെയ്തിട്ടില്ലേ, ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ആദ്യം നോക്കൂ, y ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ക്യൂബ്. അപ്പൊ ആദ്യം ആരുടെ ഫംഗ്ഷൻ ആണ്, സൈനിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് എന്താ എഴുതും, dy/dx ഈക്വൽ ടു സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. അപ്പൊ കോസ് ഓഫ് എക്സ് ക്യൂബ്. വീണ്ടും ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്, ഏതാണ്, എക്സ് ക്യൂബ് ആണ്. അപ്പൊ ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ഇത്രയും സ്റ്റെപ്പുകൾ ഒന്നും എഴുതാതെ നേരിട്ട് ഉത്തരം എഴുതാവുന്ന കാര്യമേ ഉള്ളൂ, അത്രയേ ആവശ്യമുള്ളൂ. ഇത് നമുക്ക് സ്റ്റെപ്പുകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, ഈ ഫോർമുല എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യേണ്ട ഒന്ന് ശ്രദ്ധിച്ചോളൂ. സൈൻ ഓഫ് എക്സ് ക്യൂബ്, അപ്പോൾ dy/dx ഈക്വൽ ടു ആദ്യം സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് വിത്ത് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². ഈ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. ഈ 1
2 3 സ്റ്റെപ്പ് മതി ഇതിന്. മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ തുടർന്ന് അങ്ങനെ ചെയ്തു പോകും. ഓക്കെ, നോക്കിക്കോളൂ അടുത്ത പ്രോബ്ലം. ടാൻ റൂട്ട് എക്സ്. അപ്പൊ പറയൂ y ഈക്വൽ ടു ടാൻ റൂട്ട് എക്സ്. ആദ്യത്തെ ഫംഗ്ഷൻ ടാൻ ആണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്. അപ്പൊ എങ്ങനെ ചെയ്യണം? dy ബൈ dx. ആദ്യം ടാനിന്റെ ഡെറിവേറ്റീവ്. ടാനിന്റെ നമുക്കറിയാം 6 സ്ക്വയർ എക്സ്. ഇവിടെ ടാൻ റൂട്ട് എക്സ് ആയതുകൊണ്ട് 6 സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം 1/2 റൂട്ട് എക്സ്. അതാ പറഞ്ഞ ഫോർമുലാസ് കൃത്യം ഓർമ്മയില്ലെങ്കിൽ കണക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 6 സ്ക്വയർ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം ശ്രദ്ധിക്കൂ. ടാൻ ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ രണ്ടല്ല ഫംഗ്ഷൻ. ആദ്യം ടാൻ, പിന്നെ സൈൻ, പിന്നെ എക്സ് സ്ക്വയർ. എങ്ങനെ ചെയ്യാന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യം ടാനിന്റെ ഡെറിവേറ്റീവ്. ടാനിന്റെ ഡെറിവേറ്റീവ് 6 സ്ക്വയർ ആണ് നമുക്കറിയാം. 6 സ്ക്വയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബ്രാക്കറ്റുകളൊക്കെ അതേപോലെ എഴുതണം. 6 സ്ക്വയർ ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ആദ്യത്തെ ടാനിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞിട്ടില്ല. ഇൻറ്റു ഇനി നമ്മൾ ആരുടെ ഡെറിവേറ്റീവ് എഴുതണം? സൈനിന്റെ ഡെറിവേറ്റീവ്. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം? കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഫംഗ്ഷൻ അവിടെ അവസാനിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനിയും ആര് വരുന്നുണ്ട്? അടുത്ത ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. ഈ സ്റ്റെപ്പുകൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നേരിട്ട് എഴുതി പോയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടാനിന്റെ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. 6 സ്ക്വയർ ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. ഇങ്ങനെ എഴുതിയാലും മതി, ഇത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ചെയ്ത് പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. കാണുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത് ഈസി ആണല്ലോ. പക്ഷെ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഏറ്റവും ബേസായിട്ട് ഈ വർഷം തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. y is equal to x cube plus 4 all raised to 5. നോക്കാം ഇവിടുത്തെ ഫംഗ്ഷൻ. ഇവിടെ 2 തരത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 തരത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. അത് ഒന്ന് നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഈ വഴിയിലേക്ക് പോയാൽ മതി. നോക്കൂ, ഇത് എക്സ് റേസ് ടു എൻ പോലെയല്ലേ മൊത്തത്തിൽ കാണുന്നത്? പിന്നെ അതിന്റെ ഉള്ളിലല്ലേ എക്സ് ക്യൂബ് പ്ലസ് 4 വന്നിരിക്കുന്നത്? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം എന്താണ്? 5 അല്ലെ? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പൊ നമുക്കിതിനെ ആദ്യം പവർ 5 ഇൻറ്റു എക്സ് എന്നുള്ള ടേമിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് 4 ഓൾ റേസ് ടു 4. ഇതിനെ എക്സ് റേസ് ടു n ആയി കണക്കാക്കുക. അപ്പൊ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ഇൻറ്റു കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഉള്ളിൽ അടുത്ത ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 4. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. 4 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇത്രയേത് ചെയ്യാനുള്ളൂ. ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്തു വന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ എന്താണ് എഴുതേണ്ടതുള്ളൂ? ഇത്രയും എഴുതിയാൽ മതിയാകും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 4 ഓൾ റേസ് ടു 4. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y is equal to x സ്ക്വയർ ഇൻറ്റു ടാൻ റൂട്ട് എക്സ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ റൂട്ട് എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് അപ്ലൈ ചെയ്യണം. പിന്നെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനും അപ്ലൈ ചെയ്യണം. ശ്രദ്ധിച്ചോ? എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആൻഡ് കോമ്പോസിഷൻ ചെയിൻ റൂൾ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ശ്രദ്ധിക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ആദ്യം നമ്മൾ യു വി മെത്തേഡ് തന്നെ ചെയ്യണം. യു വി മെത്തേഡ് പറയുമ്പോൾ എങ്ങനെയാ വരിക? എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കിപ്പോൾ അറിയാം. സീക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ്. പ്രൊഡക്റ്റ് റൂളാണ്, തെറ്റിക്കരുത്, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ എഴുതി വെച്ചതാണ് കേട്ടോ, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ റൂട്ട് എക്സ് അല്ലേ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകണം. എക്സ് സ്ക്വയർ ഇൻറ്റു ടാനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 6 സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ്. കണ്ടോ? ഇതാണ് ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2x. കണ്ടോ? ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഈ 2 സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമില്ല. ആലോചിച്ചെഴുതുന്ന കുട്ടിക്ക് നേരിട്ട് പ്രൊഡക്റ്റ് റൂൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ട് എഴുതിയാലും ഉത്തരം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ ഈ 2 സ്റ്റെപ്പുകൾ എഴുതാമെന്ന് മാത്രം. അപ്പോൾ
ഊന്നി ശ്രദ്ധിക്കേണ്ട കാര്യം, ഊന്നൽ നൽകി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മളെപ്പോഴും അത് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് പുറത്താണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തത്. ഇനി നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. ടാൻ ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ്. ഇവിടെ എന്താ കഴിഞ്ഞ പ്രോബ്ലം ആയിട്ടുള്ള വ്യത്യാസം? ഇവിടെ ഫംഗ്ഷന്റെ ഉള്ളിലാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നേരെ ആദ്യമേ തന്നെ പ്രൊഡക്റ്റ് ആയിരുന്നു. നോക്കാം, ഇവിടെ ടാനിന്റെ ഡെറിവേറ്റീവ് ആദ്യം എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ, ബാക്കിയുള്ളത് അതേപോലെ എടുത്ത് എഴുതാം. അപ്പൊ ടാനിന്റെ ഡെറിവേറ്റീവ് എഴുതി സിക്സ് സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കോസ് എക്സ് ഇൻറ്റു, ഇനി ഇതിന്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. എന്താണ് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ വരിക? ഇതിന്റെ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ സിക്സ് സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് 2x കോസ് എക്സ്. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇതെങ്ങനെ വരെ 2x കോസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്നാണ്. ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടാൽ മതി. ശ്രദ്ധിക്കണം, പ്രൊഡക്റ്റ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ആദ്യം ഇവിടെ ഈ പ്രോബ്ലത്തിൽ ആദ്യം ഫംഗ്ഷൻ ആയിരുന്നു, ആദ്യം പ്രൊഡക്റ്റ് റൂള്, പിന്നെയാണ് ഫംഗ്ഷൻ വന്നത്. ഇവിടെ ഫംഗ്ഷൻ ആണ് ആദ്യം അപ്ലൈ ചെയ്തത്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളതാണ് ആദ്യം അപ്ലൈ ചെയ്തത് സിക്സ് സ്ക്വയറിന്റെ. ദെൻ അതിനുശേഷമാണ് നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടി വന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ അങ്ങനെ ഇല്ല, മിസ്ലിനിയസിലായിട്ടുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ പരീക്ഷയെ പറ്റിയൊരു തീരുമാനമൊക്കെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ അവർ പറയും, വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഈ വക പ്രോബ്ലംസൊക്കെ. കാരണം ഇത് മുമ്പൊന്നും കണ്ടുപരിചയമില്ലാത്ത പ്രോബ്ലം ആണ്. രാമൻ സാർ ഇട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യത ഉള്ളതാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇവിടുത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കൂ. ചോദ്യം തന്നിരിക്കണേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല അവിടെ തന്നിരിക്കണേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് 3. ഇങ്ങനെയും ചോദ്യം വരാം, ഇങ്ങനെയും ചോദ്യം വരാം. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് സാരം നോക്കിക്കോളൂ കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് 3. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് അതൊന്നവിടെ ശ്രദ്ധിച്ച് വെക്കുക. കാരണം അടുത്ത ചാപ്റ്ററിൽ ഈ സംഗതി ഇതേപോലെ വരുന്നുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ അയ്യോ നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, കണ്ടുപരിചയമില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എന്ത്? ഡെറിവേറ്റീവ്, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അതിനെയാണ് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത്? dy/dx ആയിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു സെന്റൻസിൽ നിന്നും കിട്ടിയ കാര്യം എന്താ? dy/dx 3 ആണ്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y സ്ക്വയർ ആണ്. എന്താണ് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരിക? y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ഇടും? 2x. അപ്പൊ y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2y. പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് ആണ് 2x എന്ന് പറയുമ്പോൾ പിന്നെ എക്സിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഴുതാത്തത്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ടാണ് പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു എഴുതലോ പിടിക്കലോ ഒന്നും ഇല്ലാത്ത. പക്ഷേ ഇവിടെ y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വേണം. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് y? ദാറ്റ് ഇസ് dy/dx. അപ്പൊ എന്താ വരിക? 2y ഇൻറ്റു dy/dx. dy/dx ആണല്ലോ അവിടെ തന്നിട്ടുള്ള 3 എന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6y എന്ന് കിട്ടി. ഇവിടെ ഈ ചോദ്യം ഇതായിരുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് 3. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എന്ത് പിടിച്ചെടുക്കണം? ഇനി തന്നിരിക്കുന്ന സംഭവമാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതാണ് dy/dx എന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ആ dy/dx ആണ് 3. അങ്ങനെയാണെങ്കിൽ y സ്ക്വയർ ഡെറിവേറ്റീവ്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇത്രയും ലെങ്തി സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. dy/dx ഓഫ് y സ്ക്വയർ എന്ന് പറയുമ്പോൾ 2y ഇൻറ്റു dy/dx എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. 2y ഇൻറ്റു dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു 2y ഇൻറ്റു 3 ഈക്വൽ ടു 6y. ഇങ്ങനെ ഇടാം. അടുത്തത് y ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയൂ. ഇതേപോലെ y ക്യൂബിന്റെ 3y സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ dy/dx ഇവിടെ തന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് dy/dx 3 അല്ലേ 9y സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y dy/dx, y ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ dy/dx. അപ്പോൾ dy/dx ഓഫ് y റേസ് ടു n എന്തായിരിക്കണം? n ഇൻറ്റു
y raised to n minus 1 into dy by dx. ഓക്കെ, അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയെടുക്കുക. ഇത്ര ലെങ്തി ആയിട്ടൊന്നും എഴുതണം യാതൊരു നിർബന്ധമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പൊ സൈൻ വൈയുടെ കോസ് വൈ കഴിഞ്ഞില്ല, ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് കൂടി വേണം. അതാണ് നമ്മൾ എപ്പോഴും മറക്കുന്ന ഒരു കാര്യം. സൈൻ എക്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കോസ് എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവിനെ പറ്റി നമ്മൾ ബോധേടല്ല. കാരണം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് 1 അല്ലേ? അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ എക്സ് ബൈ എക്സ് വരുമ്പോ? ഇല്ല. അപ്പൊ ഡി എക്സ് അവിടെ 1 ആയതുകൊണ്ടാണ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് തന്നെ ആയത്. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് ആകുമ്പോഴോ വിത്ത് റെസ്പെക്ട് ടു എക്സ് കോസ് വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. അടുത്ത ചോദ്യത്തില് ഒരു പ്രത്യേക ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് y = √225 - x². അതിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷനും എല്ലാ കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നിങ്ങൾ എഴുതിയെടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി എന്താ സംഭവം. നമുക്ക് ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് മാത്രമായിട്ടൊന്ന് കണ്ടു നോക്കാം. y = √25 - x² ഡെറിവേറ്റീവ് മാത്രം കാണാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ ആയിരിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കൂ. y² = 25 - x². അപ്പൊ എന്ത് വരും? x² + y² = 25. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. x² + y² = 25 എന്ന് പറഞ്ഞാൽ 5 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിളാണ്. അത് √25 - x² എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പർ പോർഷൻ മാത്രമേ വരുള്ളൂ. -25 - x² എന്ന് പറയുമ്പോഴാണ് ലോവർ പോർഷൻ. ഇത് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഏതൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഫസ്റ്റ് ഇയറിൽ കേട്ടോ. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്, വാല്യൂ ഓഫ് dy by dx at x = 3 എന്നാണ്. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, കാരണം y = ഉണ്ട്. നമുക്ക് dy by dx കണ്ടാൽ മതി. dy by dx = എന്ത് വരും? റൂട്ടൊക്കെ വരുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം അല്ലേ. √x ഡെറിവേറ്റീവ് 1/2 √x ആണ്. അപ്പോൾ 1 dy by dx = 1/2 റൂട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഇവിടെ വരുമ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 1/2 √25 - x², 1/2 √25 - x² ഇൻറ്റു 25 - x² ഡെറിവേറ്റീവ് 25 × 0 -2x ആണ്. അപ്പോൾ -2x ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതിയിട്ടുണ്ട്, 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പിലും അവർ കൊടുത്തിട്ടില്ല, അതൊന്നും നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ -2x ഡിവൈഡഡ് ബൈ 2 × √25 - x² ആണ്. 2 ക്യാൻസൽ ചെയ്തു. -x ബൈ √25 - x². √25 - x² തന്നെയല്ലേ y, -x ബൈ y. ഓക്കെ, ഇനി ആട്ടെ x = 3 dy by dx കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ at x = 3, x 3 വരുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും? x = 3 വരുമ്പോൾ കൊടുത്തു നോക്കൂ. വൈയുടെ വാല്യൂ 9 അല്ലേ ഇവിടെ വരെ. x² 9, 25 - 9 16, √16 4. അപ്പൊ നമുക്ക് -3/4 എന്നവിടെ കിട്ടും. ഇനി അതിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ കൂടുതൽ ക്ലിയർ ആവും. √25 - x² നമ്മൾ പറഞ്ഞ പോലെ അപ്പർ പോർഷൻ ആണ്, പോസിറ്റീവ് പോർഷൻ ആണ് വരെ. മുകളിലേക്ക് വൈയുടെ മുകളിലേക്കാണല്ലോ പോസിറ്റീവ് പോർഷൻ വരിക. ഇതാണ് സെമി സർക്കിൾ ആയിട്ടാണ് √25 - x² വരിക. 3 4 dy by dx at x = 3 എന്ന് പറഞ്ഞാൽ x = 3 എന്ന പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താ വരിക? ടാൻജന്റിന്റെ സ്ലോപ്പ് ഇവിടെ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ അത് -3/4 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 3 4 എന്താണ്? -x by y. -x by y എന്ന് പറയുമ്പോൾ -3/4 ആണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഇത് y = എന്നല്ല എടുത്താൽ ഇതിന് വേറൊരു തരത്തിലും ചെയ്യാം. അതായത്
ഇത് സർക്കിളിന്റെ ഒരു അപ്പർ പോർഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രശ്നമില്ല. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്നൊക്കെ പറയുമ്പോൾ അതിന് വൈ സ്ക്വയർ ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. വൈ സ്ക്വയർ എടുക്കാം, അതുപോലെ വൈയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു 2-3 ടൈമും കൂടിയുള്ള ഒരു ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ വരുമ്പോൾ നമുക്കതൊന്നും വൈ എടുക്കാൻ പറ്റും. വൈ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ആണ്. ഇപ്പം ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വൈ ഈക്വൽ ടു വൈ ഈക്വൽ ടു വൈ ഈക്വൽ ടു എന്നാണ് പറഞ്ഞു വന്നിരിക്കണം അല്ലേ? അപ്പം നമ്മൾ നേരെ ഡിവൈ ബൈ ഡി എക്സ് നമ്മൾ ചെയ്തു പോയി. പക്ഷെ അങ്ങനെയൊന്നുമല്ലോ ഫങ്ഷൻസ് ഉള്ളത്. ഫങ്ഷൻ പല തരത്തിൽ ഇങ്ങനെ നീണ്ടു പറഞ്ഞ് കിടക്കല്ലേ? അപ്പം ഇപ്പം പറഞ്ഞ ഈ എക്സാമ്പിളിൽ നിന്ന് അതിനെന്താ പ്രത്യേകത? അവിടെ വൈ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാവുമല്ലോ, കർവ് ഡിഫറൻഷ്യബിൾ ആവുമല്ലോ. നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും? അപ്പോൾ അത്തരം ഫങ്ഷൻസ്, എത്തരം ഫങ്ഷൻസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാളം ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, വൈ ഈക്വൽ ടു ഇങ്ങനെ വേർതിരിക്കാൻ പറ്റാത്ത ഫങ്ഷൻസ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എക്സും വൈ ഒക്കെ ഇടകലർന്ന് അതിൽ നിന്ന് വൈനെ വേർതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫങ്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എന്താണ് ഇംപ്ലിസിറ്റ്? അപ്പൊ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ്? കണ്ടാൽ അറിയുക. അതിൽ എക്സും വൈ ഒക്കെ മിക്സ് ചെയ്തിട്ട് കിടപ്പുണ്ടാവും. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കതൊന്ന് വൈ എന്നുള്ളത് നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റാൻ സാധിക്കാത്ത തരം ഫംഗ്ഷൻസ് ആണ് ഇംപ്ലിസിറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത രണ്ടാമത്തെ ഡെറിവേറ്റീവ്സിൽ ഇപ്പൊ ഡെറിവേറ്റീവ് എടുത്തു, ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞു, കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞു. അടുത്ത സെക്ഷനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്നുള്ളത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിനെ തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ നമുക്ക് വൈ ഈക്വൽ ടു എടുത്ത് മാറ്റാൻ പറ്റില്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻസ് ആണ്. നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് when a relationship between x and y is expressed in a way that it is not easy to solve for y. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പൊ അത്തരം ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. അതാണ് ഇനിയുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ അത് തന്നെ അങ്ങനെ എടുത്തു, മൊത്തമായിട്ട് സർക്കിൾ എടുത്തു. നേരത്തെ ഹാഫ് സർക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, മൊത്തമായിട്ട് സർക്കിൾ കൺസിഡർ ചെയ്താൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണണ്ടേ നോക്കിക്കോളൂ. ഇത് ത്രൂ ഔട്ട് നിങ്ങൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തോളാം. ത്രൂ ഔട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 അല്ല. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നേരത്തെ എഴുതിണ്ടേ 2y. വൈ മാത്രം പോരാ, വൈയുടെ ഡെറിവേറ്റീവ് ഡിവൈ ബൈ ഡി എക്സ് കൂടെ വേണം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് 2y ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2x എന്ന് കൊണ്ടുപോകാം. അപ്പൊ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2x ബൈ 2y. 2 കട്ട് ചെയ്തു, മൈനസ് എക്സ് ബൈ വൈ. ഇത് തന്നെയാണ് അവിടെ കിട്ടിയത്, സംശയമൊന്നുമില്ല. അതിന്റെ ഒരു ജോമെട്രിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ബൈ വൈ, ഇത് y ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ 3/4 വരുന്ന സ്ലോപ്പ്. ഇവിടെ വരുമ്പോഴേക്കും അത് എന്തായി? ഇവിടുത്തെ സ്ലോപ്പ് ഇവിടെ നെഗറ്റീവ് സ്ലോപ്പും ഇവിടെ പോസിറ്റീവ് സ്ലോപ്പും ആയിട്ട് മാറിയത്. ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ ആണ്. ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ പോർഷനിൽ ഡിവൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് ബൈ വൈ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് അല്ലെ, മൈനസ് 3/4 വരും. ഇവിടെയോ 3 - 4 അല്ലേ ഈ പോയിന്റില് 3 at x equal to 3 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് 3 എന്നുള്ള പോയിന്റിൽ എടുത്തിരിക്കുന്നത്. 3 - 4 അല്ലേ, അപ്പൊ മൈനസ് എക്സ് ബൈ വൈ കൊടുക്കുമ്പോൾ മൈനസ് എക്സ് 3 വൈ -4, അപ്പൊ പോസിറ്റീവ് സ്ലോപ്പായി. ഇത് ലൈൻ കണ്ടാൽ അറിയാലോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സ്ലോപ്പാണ്. പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇങ്ങനെ എടുക്കേണ്ട ലൈൻ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ലൈനിന്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം. ഇതിപ്പോൾ പോയിന്റ് വെച്ചു, നമ്മൾ ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇതാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഡിവൈ ബൈ ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇത് ജോമെട്രി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ അഥവാ പരീക്ഷയ്ക്ക് വല്ല ക്വസ്റ്റ്യനും ചോദിച്ചിട്ട് ഇതിന്റെ സ്ലോപ്പ് എത്ര ഇതിന്റെ സ്ലോപ്പ് എത്ര എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലുണ്ടാവണം, ഇതറിയാം. ഓക്കെ, അപ്പം ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയാണ്, കൂടുതൽ പ്രോബ്ലംസ് ആയിട്ടില്ല, അത് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്.
ഇത് 2 ടേം ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊരു കോമൺ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ടൈമിൽ മാത്രമാവില്ല dy/dx ഉണ്ടാവുക, സമത്തിൻ്റെ ഇടത്തും വലത്തും ഉണ്ടാവും. എല്ലായിടത്തുമുള്ള dy/dx ടേമുകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, dy/dx ഇല്ലാത്ത ടേമുകളെ മറുഭാഗത്തേക്ക് കൊണ്ടുപോവുക, dy/dx കോമൺ ആയിട്ട് പുറത്തെടുക്കുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം നോക്കിയത് നമ്മൾ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂളും, അതായത് കോമ്പോസിഷൻ റൂളും അതുപോലെ ഇംപ്ലിസിറ്റും ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ കുറേ എക്സ്ട്രാ ഉണ്ടാവും, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അതുപോലെ ഒരു പോർഷനിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞില്ലേ, അതും 2 ചേർത്തിട്ടില്ല എന്ന് അതും ശ്രദ്ധിച്ചു.